പഠിച്ചവനെ, നബിതങ്ങൾക്ക് ഖദീജ എന്ന് പറഞ്ഞ ജീവനാണ് ഫാത്തിമയ്ക്കറിയാം. കാരണം ഒരിക്കൽ പഠിച്ചവനെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുമായിരുന്നു ഫാദാ ഖദീജ എന്ന് പറഞ്ഞാൽ. ഖദീജയെ കുറിച്ച് പറഞ്ഞ നബിതങ്ങളുടെ കണ്ണ് നിറയുമായിരുന്നു. അത്രയ്ക്കും സ്നേഹമായിരുന്നു നബിതങ്ങൾക്ക്. ജീവനായിരുന്നു ഖദീജയെ, വല്ലാത്ത സ്നേഹമായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിലും മരിക്കുന്ന കാലം വരെ നബിതങ്ങൾക്ക് ഖദീജ ഖദീജ ഖദീജ. ആരെങ്കിലും ഒരു നല്ലയിരുന്നു. അപ്പോഴാണ് ആരോ പറഞ്ഞു, അലിയേ, ഫാത്തിമയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നബിതങ്ങൾ തീരുമാനിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. നീ ഇങ്ങനെ നടന്നോ അലിയേ? ഏതോ ഒരു സ്വഹാബി പറഞ്ഞു. അലിയാർ തങ്ങൾ വിചാരിച്ചു, പടച്ചവനെ, എന്തായാലും നബി തങ്ങളോട് പോയി ചോദിക്കണം, ഫാത്തിമ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് നബി തങ്ങളോട് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അലിയാരിതൻ തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ അലിയാരിതങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അലിയേ, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോമഡി പറയാറില്ല, തമാശ പറയാറില്ല, നബി തങ്ങൾ കളിയാക്കാറില്ല. അള്ളാന്റെ റസൂല് ചോദിച്ചപ്പോൾ അലിയാര് തങ്ങൾ സമ്മതിച്ചു. രണ്ടാമത്തെ ചോദ്യം, അലിയേ, മഹർ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ? മഹർ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ? യാ റസൂലല്ലാഹ്. കള്ളം പറഞ്ഞില്ല അലിയാരിതങ്ങള്. അലിയാരിതങ്ങള് കള്ളം പറഞ്ഞില്ല. നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹാലോചനകൾ നടത്തുമ്പോ കള്ളം പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഉസ്താദേ, കപ്പലുണ്ട്, ഫ്ലാറ്റുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കള്ളത്തരം പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വഞ്ചിക്കാറില്ല. അങ്ങനെ വഞ്ചിക്കുന്നവരുണ്ടോ? പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, കള്ളത്തരം പറഞ്ഞു പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്. ഒന്നല്ല രണ്ടല്ല, ഓടി നടന്ന് പെണ്ണുങ്ങളെ കെട്ടിയിട്ട് ആ പാവങ്ങളുടെ സ്വത്തും കൊണ്ട് ഒളിച്ചോടുന്ന ഒരുപാട് യുവാക്കളുടെ കാലമാ. അലിയാര് തങ്ങൾ കള്ളം പറഞ്ഞില്ല. യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ഒന്നും